അഭിഭാഷക വൃത്തിയിലെ സന്തോഷകരമായ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ അതുമാത്രമല്ല, മറ്റ് ഏതെങ്കിലും പ്രവർത്തന മേഖലയിൽ ഉണ്ടാകാമായിരുന്ന സംഘർഷത്തേക്കാൾ വലിയ സംഘർഷം എനിക്ക് കോടതിയിൽ അഭിഭാഷകരിൽ നിന്ന് ഉണ്ടായി. അതുകൂടി പറയാതെ എൻ്റെ ഓർമ്മകൾ പൂർണ്ണമാവില്ല. വാസ്തവത്തിൽ പാർലമെൻ്ററി ജീവിതം ഒക്കെ കഴിഞ്ഞ് അഭിഭാഷക വൃത്തി ഗൗരവമായി തന്നെ തുടരാൻ തീരുമാനിച്ച് എനിക്ക് അകാരണമായും അപ്രതീക്ഷിതമായും ലഭിച്ച വലിയൊരു ആഘാതമായിരുന്നു അത്. അതിൻ്റെ തുടക്കവും സംഭവങ്ങളൊക്കെ ഇപ്പോഴും എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും. ഹൈക്കോടതി പരിസരത്ത് അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷം ഏറ്റുമുട്ടൽ തെരുവിലായി, കോടതിയുടെ മുന്നിൽ, ഹൈക്കോടതിയുടെ മുന്നിൽ. അത് വന്നപ്പോൾ സ്വാഭാവികമായും ചാനലുകൾ, പഴയകാലം പോലെയല്ലല്ലോ, പത്രത്തിലല്ലല്ലോ വാർത്ത ആദ്യം വരുന്നത്, ചാനലുകളിലാണ്. ചാനലിൽ നിന്ന് എന്നോട് ഒരു കമൻ്റ് ആവശ്യപ്പെട്ടു. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലാകുമ്പോൾ ഞാൻ അഭിഭാഷകരുടെ പക്ഷം ചേർന്ന് നിൽക്കും എന്നാണ് പലരും പ്രതീക്ഷിച്ചത്. അല്ലെങ്കിൽ പലരുടെയും നിലപാട് അതായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനും കഴിഞ്ഞില്ല. അഭിഭാഷകർ, ഗൗൺ ഇട്ട അഭിഭാഷകർ കോടതിയുടെ, അതും ഹൈക്കോടതിയുടെ മുന്നിൽ അപ്രകാരം വയലൻ്റായി ഏറ്റുമുട്ടുന്നത് അതാർക്കും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാര്യങ്ങളുടെ തുടക്കം എന്താണ് എന്ന് അത് അന്വേഷിച്ച് അന്വേഷണ കമ്മീഷന് പോലും മനസ്സിലായിട്ടില്ല. പത്രത്തിൽ വന്ന ഒരു വാർത്ത അഭിഭാഷകർക്ക് ആക്ഷേപകരമായി എന്നതായിരുന്നു എൻ്റെ തുടക്കം. അവരുടെ പരാതി അല്ലെങ്കിൽ അവരുടെ ആക്ഷേപം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സാധാരണഗതിയിൽ പത്രങ്ങളിൽ വരുന്ന ഒരു വാർത്തയ്ക്കപ്പുറം അപമാനകരമായ, ആക്ഷേപകരമായ ഒന്നും ആ വാർത്തയിൽ ഇല്ലായിരുന്നു. എന്നിട്ടും ആ പത്രത്തിൻ്റെ റിപ്പോർട്ടർ അഭിഭാഷകരോട് മാപ്പ് ചോദിച്ചു. ഇതൊക്കെയായിട്ടും ഈ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്നതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പലരുടെയും ഇടപെടലുകൾ ഉണ്ടായിക്കാണും. കോടതി എന്ന് പറയുമ്പോൾ ഈ ഗൗണും കോട്ടും ഒക്കെ കാണുമ്പോൾ ഇവരെല്ലാവരും ലോ കോളേജിൽ പഠിച്ച് നല്ല നിലയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ച് നടത്തിക്കൊണ്ടുപോകുന്നവരാണ് എന്ന് നമ്മൾ കരുതുമെന്ന്, അത് അങ്ങനെയാണ് കരുതേണ്ടതും. പക്ഷേ വ്യാജ അഭിഭാഷകരുടെ എണ്ണം കൂടി വരുന്നു എന്ന് ഈയിടെ സുപ്രീം കോടതിയിൽ പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജി തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിലും കൊച്ചിയിലും ഒക്കെ കാണുമായിരിക്കാം. ആ സംഘർഷം ഹൈക്കോടതിയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതി വളപ്പിലാണ് ഏറ്റവും വയലൻ്റായ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ അഭിപ്രായ പ്രകടനം, അഭിഭാഷകർ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് ശരിയല്ല, അതവരുടെ അവരുടെ പ്രൊഫഷൻ്റെ അന്തസ്സിന് മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ അഭിഭാഷകർ എനിക്കെതിരെ തിരിഞ്ഞു. ഒരു കാര്യവും ഉണ്ടായിട്ടല്ല, പക്ഷെ അവർ തിരിഞ്ഞു. അവരേതായാലും ഫിസിക്കലായി എന്നെ ആക്രമിച്ചില്ല, മറിച്ച് മറ്റു രീതിയിൽ ഉപദ്രവിക്കുക, അതായിരുന്നു അവരുടെ ആസൂത്രിതമായ നടപടി. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, ആസൂത്രിതമായ നടപടിയാണ്. ഞാൻ ഒരു ചാനൽ സംഭാഷണത്തിൽ അഭിഭാഷകർക്ക് അപമാനകരമായ, മാനഹാനി ഉണ്ടാക്കുന്ന പരാമർശം നടത്തി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അവർ മാനനഷ്ട കേസ് കൊടുക്കാൻ തുടങ്ങി. നെയ്യാറ്റിൻകര മുതൽ അങ്ങ് വടക്ക് തളിപ്പറമ്പ് വരെയുള്ള പല കോടതികളിലും എനിക്കെതിരെ അപകീർത്തി കേസ് കൊടുത്തു. അപകീർത്തി കേസ് കൊടുത്തു എന്ന് മാത്രമല്ല, ആ ബാറിലെ ഒരു അഭിഭാഷകനും എനിക്ക് വേണ്ടി ഹാജരാകരുത് എന്ന ഒരു തീട്ടൂരവും അവർ പുറപ്പെടുവിച്ചു. അസാധാരണമായ സാഹചര്യങ്ങളാണ്, അഭിഭാഷക വൃത്തിക്ക് നിരക്കുന്ന കാര്യങ്ങളുമല്ല അതൊന്നും. പക്ഷേ മുതിർന്ന അഭിഭാഷകരുടെയോ ന്യായാധിപന്മാരുടെയോ ഒന്നും ഇടപെടലുണ്ടായില്ല. രാഷ്ട്രപതിയുടെ വരെ ശ്രദ്ധയിൽ ആ തർക്കവിഷയം എത്തിച്ചിട്ടും ആരും, എല്ലാവരും നല്ല വാക്കുകളൊക്കെ പറഞ്ഞതല്ലാതെ
ഇത് ശരിയല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇടപെട്ട് അത് അവസാനിപ്പിക്കാൻ ആരും തയ്യാറായില്ല. എനിക്ക് വലിയ രീതിയിലുള്ള ശാരീരികമായ ക്ലേശവും മാനസികമായ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കിയ ദിവസങ്ങളായിരുന്നു അത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് എത്രയോ വർഷങ്ങളായി, ഞാൻ അഭിഭാഷക ആകുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടർ എന്ന നിലയ്ക്കും എനിക്ക് പരിചയമുള്ള ഒരു സ്ഥാപനം ഹൈക്കോടതി, അത് പൊടുന്നനെ എനിക്ക് അപരിചിതമായ സ്ഥാപനമായി മാറി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നോട് സംസാരിക്കുകയോ എന്തിന് ഒന്ന് വിഷ് ചെയ്യുകയോ പോലും ചെയ്യാത്ത അവസ്ഥ. കോടതിയിൽ എൻ്റെ അടുത്ത കസേരയിൽ ഇരിക്കാൻ പോലും പലർക്കും മടിയായിരുന്നു. ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷനിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്തു. എന്നെ മാത്രമല്ല മറ്റ് 4 അഭിഭാഷകരെ കൂടി സസ്പെൻഡ് ചെയ്തു. പക്ഷെ അവരുടെ സസ്പെൻഷൻ കുറേ കഴിഞ്ഞപ്പോൾ പിൻവലിക്കപ്പെട്ടു. എൻ്റെ ഇത് നിലനിന്നു. ഒടുവിൽ ഹൈക്കോടതിയിൽ തന്നെ കേസ് കൊടുത്ത് ആണ് ഞാൻ എൻ്റെ അസോസിയേഷൻ അംഗത്വം അത് പുനഃസ്ഥാപിച്ചത്. മറ്റൊന്ന്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപകീർത്തി കേസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. കേരളത്തിലെ എല്ലാ കോടതികളിലും ഇങ്ങനെ പ്രതിയായിപ്പോയി നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ആ കേസുകളൊക്കെ അസാധുവാക്കുന്നതിന്, റദ്ദാക്കുന്നതിന് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഹൈക്കോടതി അതിൽ ഇടപെട്ടു. ആ പരാതികളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് എല്ലാം റദ്ദാക്കുകയും ചെയ്തു, ക്വാഷ് ചെയ്തു. പക്ഷെ അത് പിന്നീട് കാര്യങ്ങളൊക്കെ ശാന്തമായി. ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ആരും ഒന്നും പറയാറില്ല. ജസ്റ്റിസ് മുഹമ്മദിനെ ഒരു അന്വേഷണ കമ്മീഷനായി വെച്ചു. ആ കമ്മീഷൻ കുറേ കാലം പ്രവർത്തിച്ചു. റിപ്പോർട്ട് കൊടുത്തോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. പക്ഷേ ആ ജഡ്ജി തന്നെ മരിച്ചു. അതിനുശേഷം പിന്നീടൊന്നും നടന്നിട്ടുമില്ല. 3 കോടി രൂപയോളം അതിന് വേണ്ടി ചിലവാക്കിയെന്ന് ഒരു വാർത്തയിൽ കാണുകയുണ്ടായി. പക്ഷെ ആ സംഭവം എനിക്ക് അതൊരു വലിയ ആഘാതത്തിന് കാരണമായി. നമ്മൾ ന്യായമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുക, ഒരു തരത്തിൽ വൽക്കരിക്കുന്ന ഒരവസ്ഥയാകുക, അതങ്ങേറ്റം ഖേദകരമായ ഒരു കാര്യമായിരുന്നു. നമ്മൾ ഈ നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യമെന്നൊക്കെ പറഞ്ഞാൽ ആ നിയമവാഴ്ച നിലനിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട വിഭാഗമാണ് അഭിഭാഷകർ. അവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആക്രമണം, അപ്രതീക്ഷിതമായ ആക്രമണം, ഒരു കാരണവുമില്ലാത്ത ഒരു അവസ്ഥയിൽ എനിക്കെതിരെ ഉണ്ടായത്. എൻ്റെ അഭിഭാഷക വൃത്തിക്ക് ഒരു തരത്തിലുള്ള സമാപ്തി കുറിച്ച സംഭവം കൂടിയായിരുന്നു അത്. കാരണം എൻ്റെ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, കോടതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ബാർ കൗൺസിലാണല്ലോ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടത്. ബാർ കൗൺസിലാണ് ഞങ്ങളുടെയൊക്കെ എൻറോൾമെൻറ്റ് തന്നെ നടത്തുന്നത്. അഭിഭാഷക വൃത്തിയിലേക്ക് ഞങ്ങളെ സ്വീകരിക്കുന്നത് തന്നെ ബാർ കൗൺസിലാണ്. ബാർ കൗൺസിലിൽ എൻ്റെ എൻറോൾമെൻറ്റ് സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി വന്നു. ആ ഹർജിയും ബാർ കൗൺസിൽ തള്ളി. പക്ഷേ ഇതെല്ലാം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കേരളം ഒട്ടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? കേസ് വരാതെയാവും. ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും അനഭിമതനായ വ്യക്തി എന്ന് പറഞ്ഞാൽ കോടതിക്ക് അനഭിമതനായ വ്യക്തി എന്ന ഒരു മുദ്ര കുത്തപ്പെട്ടു. നിർഭാഗ്യകരമായ ഒരു അവസ്ഥയായിരുന്നു, സങ്കടകരമായ ഒരു കാലമായിരുന്നു. നമ്മളെല്ലാറ്റിനെയും അതിജീവിക്കണമല്ലോ. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏതായാലും ഒരു സംഘർഷാവസ്ഥയില്ല. ആ കാര്യങ്ങളൊന്നും ആരും ഓർമ്മിക്കുന്നില്ല. അങ്ങനെയൊക്കെ എന്താണ് ഉണ്ടായതെന്ന് പോലും ചോദിച്ചാൽ പോലും ഇപ്പോൾ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ അവസാനിച്ചത്. ഞാൻ പറഞ്ഞു, അഭിഭാഷക വൃത്തിയിലേക്ക് ഞാൻ യാദൃച്ഛികമായി കടന്നു വന്നയാളാണ്. നിയമബിരുദം സമ്പാദിച്ചതുപോലും യാദൃച്ഛികമായിട്ടാണ്. പക്ഷെ പിന്നീടത് ഞാൻ അറിയാതെ തന്നെ അതൊരു വളരെ സീരിയസായ ഗൗരവമുള്ള ഒരു കർമ്മ മേഖലയായി മാറി. ആ തൊഴിൽ എന്ന് പറയുന്നത് ശരിയല്ല, ആ പ്രൊഫഷൻ്റെ അന്തസ്സിന് അനുയോജ്യമല്ലാത്ത യാതൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല.
അപ്പോഴിതൊക്കെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് കാരണം കൊണ്ടാണെങ്കിലും നമ്മൾ വീണു പോയാൽ എഴുന്നേൽക്കുന്നതിന് ഒരു കൈ തരാൻ നമ്മുടെ പരിചയക്കാർ പോലും തയ്യാറാവില്ല എന്ന ഒരു സത്യം കൂടി ആ വൈകിയ വേളയിൽ ഞാൻ മനസ്സിലാക്കി. പോട്ടെ, അതൊക്കെ അവർക്ക് കഴിഞ്ഞു എന്ന് പറയാം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അഭിഭാഷക വൃത്തിയിൽ ഞാനൊരു ആർക്കും ഒരു മത്സരം, ഒരു ത്രട്ട് ഒന്നും ആയിരുന്നില്ല. നല്ല നിലയിൽ ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പ്രശ്നം കേസ് വരും, പക്ഷെ ഒരു പ്രശ്നം ഫീസ് തന്നെയാണ്. അഭിഭാഷക വൃത്തി എന്നത് ഒരു കച്ചവടമോ തൊഴിലോ അല്ല എങ്കിൽ പോലും അതിൻ്റെ അംശങ്ങൾ അവിടെയുണ്ട്. കാരണം ഫീസ് എന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ഈ ഫീസ് ധൈര്യപൂർവ്വം ചോദിക്കാനും പരമാവധി ഉയർത്തി വാങ്ങാനും, ഉയർത്തിക്കൊണ്ടുവന്ന് വാങ്ങാനും ഒക്കെയുള്ള ഒരു പ്രാപ്തി, നിയമത്തിലുള്ള അറിവിനേക്കാൾ കേസ് അവതരിപ്പിക്കുന്നതിനുള്ള പ്രാപ്തിയേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതിൽ ഞാനൊരു പരാജയമായിരുന്നു. അങ്ങനെ കണക്ക് പറഞ്ഞ് ഫീസ് വാങ്ങിയിട്ടില്ല. അങ്ങനെ പലതരത്തിലുള്ള പരാധീനതകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ലോയർ ആയോ എന്ന് ചോദിച്ചാൽ ആയില്ല എന്ന് പറയുന്നതിനാണ് ഞാൻ ഈ കാര്യങ്ങളിവിടെ വിശദീകരിച്ചത്. അങ്ങനെയുള്ള അവസ്ഥയിൽ അപ്പോഴേക്കും ജീവിതത്തിൻ്റെ ഒരു പരിസമാപ്തി എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയണമല്ലോ. ഞാൻ എൻ്റെ ആത്മകഥ ഏതാണ്ട് ആ സമയത്ത് എഴുതി. അതിൽ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാചകം പറഞ്ഞിരുന്നു, 38-ാമത്തെ വയസ്സിൽ നേടാൻ കഴിയാതെ പോയത് 83-ാമത്തെ വയസ്സിൽ ഒരുപക്ഷെ നേടിയേക്കും എന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം, അത് എഴുതുന്ന സമയത്ത് ആൻ്റണി ഹോപ്കിൻസ് എന്ന ഹോളിവുഡ് നടന് ഓസ്കാർ അവാർഡ് കിട്ടി. അദ്ദേഹത്തിന് 83 വയസ്സായിരുന്നു അന്ന്. അപ്പോൾ ചെറുപ്പത്തിൽ കിട്ടേണ്ട ആളാണ്. അപ്പോൾ എനിക്ക് അതുപോലെ 83-ാമത്തെ വയസ്സിൽ ഒരു അവസരം, സൗഭാഗ്യം വരികയാണെങ്കിൽ അത് സ്വീകരിക്കണമല്ലോ. അപ്പം അതിന് കുറേ കാലം കൂടി നമ്മൾ ജീവിച്ചിരുന്നേ മതിയാകൂ. ഞങ്ങളൊരുമിച്ച്, ഞാനും എൻ്റെ ഭാര്യയും, വിവാഹത്തിൻ്റെ 50-ാം വർഷം നന്നായി ആഘോഷിക്കണം എന്ന് കരുതിയിരുന്നതാണ്. ഞാൻ കരുതിയിരുന്നതാണ്. ഞങ്ങളുടെ കല്യാണം അടിയന്തരാവസ്ഥയുടെ പാരമ്യത്തിൽ ആ ഇരുട്ടിൽ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അന്ന് അതത്ര നല്ല നിലയിൽ ആഘോഷിക്കാനോ നടത്താനോ കഴിഞ്ഞിട്ടില്ല. പല പരാധീനതകളും വന്ന് ഭവിച്ചു. അതുകൊണ്ട് 50-ാം വർഷം ആകട്ടെ എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ അതിന് 2 വർഷം ബാക്കി നിൽക്കെ ഭാര്യ എന്നെ വിട്ടുപോയി. അത് ജീവിതത്തിലൊരു വലിയൊരു ആഘാതം ആയിരുന്നു, ഷോക്ക്. നമ്മുടെ കൂടെ നടന്നിരുന്ന ഒരാളെ പെട്ടെന്ന് കാണാതായാൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ എന്നുള്ളത് അന്ന് നോവലിലും മറ്റുമൊക്കെ വായിച്ച് മനസ്സിലാക്കിയിരുന്ന ആ ഒരു അവസ്ഥ, അത് സ്വന്തം ജീവിതത്തിൽ വളരെ കഠിനമായി അനുഭവിക്കേണ്ടി വന്ന ആളാണ് ഞാൻ. പക്ഷേ അപ്പോഴും ജീവിതം മുന്നോട്ട് തന്നെ പോകണമല്ലോ. അതുകൊണ്ട് 83 കഴിഞ്ഞു. ഞാൻ എൻ്റെ ആത്മകഥയ്ക്ക് സ്റ്റോപ്പ് പ്രസ് എന്നാണ് ടെൻഡറ്റീവായി പേരിട്ടത്. ആദ്യം സ്റ്റോപ്പ് പ്രസ് എന്ന് പറഞ്ഞാൽ പണ്ട് പത്രങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രങ്ങളിൽ, 1-ാമത്തെ പേജിൽ എവിടെയെങ്കിലും ഒരു കോർണറിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും. അവിടെ സ്റ്റോപ്പ് പ്രസ് എന്നൊരു തലക്കെട്ടും കാണും. പ്രധാനപ്പെട്ട ഏതെങ്കിലും വാർത്ത പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രം പ്രിൻറ്റിങ് തുടങ്ങുന്നതെങ്കിൽ ആ വാർത്ത വന്നാൽ അത് പ്രിൻറ്റിങ്ങിന് തടസ്സമില്ലാത്ത രീതിയിൽ ചേർക്കുന്നതിന് വേണ്ടിയാണ് ആ സ്പേസ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടൈറ്റിലിട്ടപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, സ്റ്റോപ്പ് പറയാൻ സമയമായിട്ടില്ല. അങ്ങനെ ആ ശീർഷകം മാറ്റി.
സ്റ്റോപ്പ് പ്രസ് എന്നുള്ളത് പത്രങ്ങളുടെ കാര്യത്തിൽ ശരിയായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ പ്രിൻറ്റിംഗ് സംവിധാനത്തിൽ സ്റ്റോപ്പ് പ്രസിൻ്റെ ആവശ്യമില്ല. ഏത് സമയത്തും പ്രിൻറ്റിംഗ് നിർത്തി വളരെ പെട്ടെന്ന് പേജിൽ മാറ്റം വരുത്താനോ പുതിയ വാർത്ത കയറ്റാനോ ഏതെങ്കിലും വാർത്ത എടുത്തു മാറ്റാനോ ഒക്കെയുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഇന്നുണ്ട്. ഇനി എന്ത് എന്ന ചോദ്യം വന്നാൽ പല തരത്തിലുള്ള കർമ്മ മേഖലകളിൽ വ്യാപരിച്ച് എല്ലാറ്റിൻ്റെയും ഗുണവും ദോഷവും മനസ്സിലാക്കിയതിന് ശേഷം ഇനി ഒരു തെറ്റ് സംഭവിക്കരുത് എന്ന ബോധ്യത്തോടെ ഒരു തീരുമാനം എടുത്താൽ എന്തായിരിക്കും ആ തീരുമാനം എന്ന ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഉത്തരം, ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നത് എന്തെല്ലാം അപകടം സംഭവിച്ചാലും എന്തെല്ലാം ഇടർച്ച ഉണ്ടായാലും ഒരു പത്രപ്രവർത്തകൻ ആകുക എന്നത് തന്നെ ആയിരിക്കും. പത്രങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പത്രങ്ങൾക്ക് ഇനി അധികകാല ആയുസ്സില്ല എന്ന് എല്ലാവരും പ്രവചിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ പുനർജന്മമുണ്ടെങ്കിൽ അന്നും പത്രപ്രവർത്തകനാകണം എന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. പത്രം എന്ന് പറയുന്നത് പക്ഷേ അച്ചടിക്കുന്ന കടലാസ് തന്നെ ആകണമെന്നില്ല. നാളെ മറ്റെന്തെങ്കിലും മാധ്യമങ്ങൾ ടേക്ക് ഓവർ ചെയ്താലും അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്താലും പത്രം പത്രമായി തന്നെ അപ്പോഴും നിലനിൽക്കും അല്ലെങ്കിൽ നിലനിൽക്കണം. എന്നെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും അർത്ഥവത്തായ മനോഹരമായ സിംഫണി എന്ന് പറയുന്നത് ഒരു പത്രം അച്ചടിക്കുന്ന ആ യന്ത്രത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഹുങ്കാരം, ആ ശബ്ദം ആണ്. മുഴക്കം, ഇടിമുഴക്കമാണത്. ഞാൻ വാഷിങ്ടണിൽ ഒരു രാത്രി ചിലവാക്കേണ്ടി വന്നപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിന് അടുത്തായിരുന്നു വാഷിങ്ടൺ പോസ്റ്റ് പത്രത്തിൻ്റെ ഓഫീസ്. വാഷിങ്ടൺ പോസ്റ്റ് പലതരത്തിലുള്ള ചിന്തകൾ നമ്മളുണ്ടാക്കുന്നുണ്ട്. വാട്ടർ ഗേറ്റ് എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അത് വാഷിങ്ടൺ പോസ്റ്റിൽ നിന്ന് തുടങ്ങിയതാണ്. വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ആ ഇടപെടൽ ബോബ് വുഡ്വേർഡും കാൾ ബേൺസ്റ്റീനും രണ്ട് ചെറുപ്പക്കാരായ റിപ്പോർട്ടർമാർ, പ്രാദേശിക റിപ്പോർട്ടർമാർ, അവർ വാഷിങ്ടണിലെ ഈ സാധാരണ കോടതിയിലൊക്കെ പോയി അത്തരം വാർത്തകളൊക്കെ സാധാരണ പ്രാദേശിക വാർത്തകൾ അത്രേ ഉള്ളൂ. പക്ഷേ അവരുടെ പ്രയത്നം, അതിന് വാഷിങ്ടൺ പോസ്റ്റ് നൽകിയ പ്രോത്സാഹനം, അത് ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ രാജിക്ക് കാരണമായി. ചെറിയ കാര്യമല്ല. അപ്പോൾ ആ രാത്രി ആ പത്രം അച്ചടിക്കുന്നത് കാണുന്നതിന് വേണ്ടി ഞാൻ അവിടെ ചെന്നു, അനുവാദം വാങ്ങി. വലിയൊരു കൂറ്റൻ പടക്കപ്പൽ പോലെ ആ അച്ചടി യന്ത്രം അങ്ങനെ നിൽക്കുകയാണ്. അതിലൂടെ പ്രിൻറ്റിങ് ആരംഭിച്ചപ്പോൾ ഇടിമുഴക്കം പോലെയാണ് ശബ്ദം. ഞാൻ അതാണ് പറഞ്ഞത്, ആ ശബ്ദമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ അർത്ഥവത്തായ സിംഫണി. ഏകാധിപതികൾക്കെതിരെ ജനാധിപത്യത്തിൻ്റെ പ്രതിരോധം തീർക്കുന്ന ശബ്ദമാണത്. ആ ശബ്ദം നിലയ്ക്കാൻ പാടില്ല. ഇപ്പോഴും എനിക്ക് ഒരു രോമാഞ്ചദായകമായ അനുഭവമാണ് ഒരു പത്രം ഓഫീസിലേക്ക് രാത്രിയിൽ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ജീവിതത്തിൽ പല വഴികൾ, ഒരു വഴി അടഞ്ഞാൽ 9 വഴി തുറക്കും എന്നൊക്കെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. എനിക്കും ഒരു വഴി അടയുമ്പോൾ പല വഴികളും തുറന്നു വന്നിട്ടുണ്ട്. തുറന്നു വന്ന വഴികളിൽ ഞാൻ ഒരു പക്ഷേ തിരഞ്ഞെടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് ശരിയായിട്ടുണ്ടാവില്ല. പക്ഷെ അപ്പോഴും ജീവിതം മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കുറേ കാലം ഒരുമിച്ച് ജീവിക്കും എന്ന് കരുതിയിരുന്നപ്പോൾ പൊടുന്നനെ അതിനൊരു ബ്രേക്ക്. അപ്പോൾ ഉണ്ടാകുന്നൊരു ഏകാന്തതയുണ്ട്. ഏകാന്തത, ഇതൊക്കെ വായിച്ചറിവ് മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ആ ഘട്ടം കൂടി തരണം ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ദൗത്യം പൂർണ്ണമാകുന്നത്. പിതാവ് ഏറ്റെടുക്കാത്തതോ അപൂർണമായി വിടുന്നതോ ആയ കാര്യങ്ങൾ പുത്രൻ ഏറ്റെടുത്ത് പൂർത്തീകരിക്കും.
അങ്ങനെയൊരു അവസ്ഥ ഉണ്ടായാൽ നമുക്കത് സന്തോഷകരമായ അവസ്ഥയാണ്. എനിക്ക് 3 പുത്രന്മാരുണ്ട്. ഞാൻ കൈവച്ച അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത സഞ്ചരിച്ച പാതകൾ തന്നെയാണ് അവരും തിരഞ്ഞെടുത്തിരിക്കുന്നത്. എൻ്റെ മൂത്ത മകൻ ഡോൺ, അവനൊരു ജേർണലിസ്റ്റാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ റോയിട്ടേഴ്സിൽ തന്നെ അവൻ കുറേ കാലം ജോലി ചെയ്തു. രണ്ടാമത്തെ മകൻ റോൺ അഭിഭാഷകനാണ്, പ്രഭാഷകനാണ്. മൂന്നാമത്തെ മകൻ ദൃശ്യമാധ്യമ രംഗത്ത് ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിം ഒക്കെയായി ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് കൈവയ്ക്കാൻ കഴിയാതെ പോയ കാര്യങ്ങൾ അങ്ങനെ അടുത്ത തലമുറയിലൂടെ പൂർത്തീകരിക്കപ്പെടും എന്നൊരു സമാശ്വാസം, അത് നല്ലതാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതൊരു അനുഗ്രഹം കൂടിയാണ്. വളരെ നീണ്ട ഒരു ജീവിതം, 80 വയസ്സ് എന്ന് പറഞ്ഞാൽ അത് ബൈബിൾ വിവരണമനുസരിച്ച് ഒരു ശ്രദ്ധേയമായ കാലമാണ്. 4 സ്കോർ എന്ന് വെച്ചാൽ 4 × 20 80. എബ്രഹാം ലിങ്കൻ്റെ പ്രസിദ്ധമായ പ്രസംഗം, ഗെറ്റിസ്ബർഗ് പ്രസംഗം ആരംഭിക്കുന്നത് ആ കണക്ക് വെച്ചുകൊണ്ടാണ്. വെറുതെ 80 എന്നല്ല, 4 സ്കോർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ നമ്മൾ ഈ പഴയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഇനി പുതിയ പാതകൾ കണ്ടെത്താനോ തിരഞ്ഞെടുക്കാനോ വേണ്ടിയല്ല, മറിച്ച് ഒരു തൃപ്തിക്ക് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി, ഒരുപക്ഷെ വിട്ടുപോയ ചില കാര്യങ്ങൾ പൂരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അവസരം കിട്ടിക്കൂടാ എന്നുമില്ല. ഏതായാലും മനോഹരമായൊരു ജീവിതത്തിൻ്റെ അവസാനം ഏകാന്തതയ്ക്ക് വിധിക്കപ്പെട്ട അവസരത്തിൽ അപ്പോഴും ചില പത്രാധിപന്മാരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അവർ എഴുതാൻ ആവശ്യപ്പെടുന്നു, സംഘാടകർ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു. അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തെ, എൻ്റെ വിരസത, അപകടകരമായ വിരസത ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. അത്ര സംഭവബഹുലം എന്ന് വിശേഷിപ്പിക്കാനാവാത്ത ഒരു ജീവിത കഥയുടെ ഓർമ്മ പുതുക്കലാണ് ഇവിടെ നടന്നത്. കുറേയേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സന്തോഷമുള്ളതും സന്തോഷമില്ലാത്തതും. പക്ഷേ എല്ലാ കാര്യങ്ങളിലും എനിക്ക് പൂർണ്ണമായ തൃപ്തി ആണുള്ളത്. അതൃപ്തി, അസംതൃപ്തി ഇല്ല. ഒലിവർ ട്വിസ്റ്റിനെ പോലെ ഞാൻ കൂടുതൽ ഒന്നും ചോദിക്കുന്നുമില്ല. പക്ഷേ എങ്കിലും അപ്രതീക്ഷിതമായി ജീവിതത്തിൽ പലതും സംഭവിക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു പൂർണ്ണ വിരാമം ഇടുന്നില്ല. ഇനി ഒരവസരത്തിൽ ഈ ചരിത്രം ആവർത്തിച്ച് പറയേണ്ടി വന്നാൽ കൂട്ടിച്ചേർക്കുന്നതിന് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും സംഭവിച്ചു കൂടാ എന്നില്ല.